രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ സുഗമമായി മുന്നോട്ട് പോകുന്നതിനും ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇന്ധനം ലഭ്യമാക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിലൊന്നാണ് ഇന്ത്യൻ നാവികസേന. രാജ്യത്തേക്ക് എത്തുന്ന ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ, ദ്രവീകൃത പ്രകൃതിവാതക കപ്പലുകൾ, മറ്റ് വാണിജ്യ ചരക്ക് കപ്പലുകൾ എന്നിവ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത് യാദൃച്ഛികമായല്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്രപാതകളിലും ഇന്ത്യൻ നാവികസേന നടത്തുന്ന 24 മണിക്കൂറും നീളുന്ന നിരീക്ഷണവും സുരക്ഷാ ദൗത്യങ്ങളുമാണ് ഇതിനടിസ്ഥാനം. കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ, ഭീകര സംഘടനകളുടെ ഭീഷണി, ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ, ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സമുദ്രമേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം തുടങ്ങി നിരവധി വെല്ലുവിളികൾക്കിടയിലൂടെയാണ് ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നത്. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. സമുദ്രത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉയർന്നു വരാവുന്ന അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിവേഗം ഇടപെടാൻ കഴിയുന്ന ശേഷിയാണ് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിൽ ഒന്നാണ്. രാജ്യത്തിനാവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% അധികവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഈ എണ്ണയുടെ ഭൂരിഭാഗവും കടൽ മാർഗമാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുന്നത്. അതിനാൽ സമുദ്രപാതകളുടെ സുരക്ഷ തകരുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഇന്ധന വിതരണ ശൃംഖലയും അതോടൊപ്പം സമ്പദ് വ്യവസ്ഥയും ഗുരുതരമായി ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ധനത്തിന്റെ ലഭ്യത തടസ്സപ്പെടുന്നത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം, പാചകവാതകം തുടങ്ങിയവയുടെ വിതരണത്തെ മാത്രമല്ല ബാധിക്കുക. വ്യവസായങ്ങൾ, വൈദ്യുതി, കാർഷിക മേഖല, ഗതാഗത സംവിധാനം, സാധനങ്ങളുടെ വില, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നിവയെയും അത് നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ സമുദ്ര വ്യാപാര പാതകളുടെ സുരക്ഷ ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമായി ഇന്ത്യ കണക്കാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സമുദ്ര വ്യാപാര പാതകളിൽ പലതും ഈ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഈ മേഖലയിൽ ശക്തമായ നാവിക സാന്നിധ്യം നിലനിർത്തുന്നത് ഇന്ത്യക്ക് അനിവാര്യമാണ്. ആധുനിക യുദ്ധക്കപ്പലുകൾ, മിസൈൽ സംവിധാനങ്ങൾ, സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ദീർഘദൂര ഡ്രോണുകൾ, ഉപഗ്രഹ നിരീക്ഷണം, അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ നാവികസേന സമുദ്രത്തിൽ നിരന്തര നിരീക്ഷണം നടത്തുന്നത്. സംശയാസ്പദമായ കപ്പലുകളുടെ നീക്കങ്ങൾ കണ്ടെത്തുക, ഭീഷണികളെ മുൻകൂട്ടി തിരിച്ചറിയുക, അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ പ്രതികരിക്കുക എന്നിവയിൽ ഈ സംവിധാനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. സമീപ വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചതോടെ സമുദ്ര വ്യാപാരവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുകയാണ്. ചെങ്കടലിലും എർദൻ ഉൾക്കടലിലും നടന്ന ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നിരവധി വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. ഇതിന്റെ പ്രത്യാഘാതമായി ചില കപ്പലുകൾ ദീർഘമായ ബദൽ സമുദ്രമാർഗങ്ങൾ സ്വീകരിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അതുവഴി ചരക്ക് നീക്കത്തിന് കൂടുതൽ സമയവും ചെലവും ആവശ്യമായി. ഇതിനോടൊപ്പം സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിട്ട് നിരവധി തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കും ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യൻ നാവികസേന അതിവേഗ ഇടപെടലുകളിലൂടെ നിരവധി ജീവനുകളും കോടിക്കണക്കിന് രൂപയുടെ ചരക്കുകളും രക്ഷപ്പെടുത്തി. ഇൻഡോ പസഫിക് മേഖലയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനയുടെ സാന്നിധ്യം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. വിവിധ തുറമുഖങ്ങളിലെ നിക്ഷേപങ്ങൾ, ഗവേഷണ കപ്പലുകളുടെ സഞ്ചാരം, യുദ്ധക്കപ്പലുകളുടെ വിന്യാസം, നാവികാടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നിവയിലൂടെ ചൈന ഈ മേഖലയിലെ സ്വാധീനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെയും വ്യാപാര താൽപര്യങ്ങളെയും ബാധിക്കാവുന്ന ഇത്തരം നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നടപ്പാക്കിയ പ്രധാന ദൗത്യമാണ് ഓപ്പറേഷൻ സങ്കൽപ്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ, ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ വിന്യസിച്ചാണ് 24 മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുന്നത്. അപകട സാധ്യതയുള്ള മേഖലകളിൽ ഇന്ത്യൻ കപ്പലുകളെ അനുഗമിക്കുക, അടിയന്തര സന്ദേശങ്ങൾ ലഭിച്ചാൽ ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക, സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കുക തുടങ്ങിയ ചുമതലകളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഉള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രഗത്ഭമായ പ്രത്യേക സേനയാണ് മാർക്കോസ് കമാൻഡുകൾ. കടലിലും തുറമുഖങ്ങളിലും കപ്പലുകളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, ബന്ദിമോചനം, കടൽക്കൊള്ളക്കാരെ നേരിടൽ, രഹസ്യ ദൗത്യങ്ങൾ, പ്രത്യേക ആക്രമണങ്ങൾ എന്നിവയിൽ ലോകോത്തര പരിശീലനം നേടിയവരാണിവർ. അടുത്ത കാലത്തായി കടൽ കൊള്ളക്കാരും തട്ടിക്കൊണ്ടുപോകാനായി ശ്രമിച്ച നിരവധി ഇന്ത്യൻ വിദേശ വാണിജ്യ കപ്പലുകളിലെ ജീവനക്കാരെ സാഹസികമായ സൈനിക നടപടികളിലൂടെ
മാർക്കോസ് കമാൻഡുകൾ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു. കൃത്യതയും അതിവേഗ തീരുമാനങ്ങളുമാണ് ഈ സേനയെ ലോകത്തിലെ മികച്ച നാവിക പ്രത്യേക സേനകളിൽ ഒന്നാക്കി മാറ്റുന്നത്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 ജനാധിപത്യ രാജ്യങ്ങൾ ചേർന്നുള്ള ക്വാഡ് സംഘം ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. സംയുക്ത നാവിക അഭ്യാസങ്ങൾ, വിവര പങ്കിടൽ, സമുദ്ര നിരീക്ഷണം, ദുരന്ത നിവാരണ സഹകരണം, സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ സമുദ്ര ഗതാഗതം ഉറപ്പാക്കൽ തുടങ്ങിയ മേഖലകളിൽ ഈ കൂട്ടായ്മ നിർണായകമാണ്. ഈ സഹകരണം സമുദ്രമേഖലയിൽ ഏകപക്ഷീയമായ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനും അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സഹായമാകുന്നു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനം അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, ഊർജ്ജ സുരക്ഷ, വിദേശ വ്യാപാരം, വ്യവസായ വളർച്ച, ജനങ്ങളുടെ ദൈനംദിന ജീവിതം എന്നിവയെല്ലാം സമുദ്ര സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തേക്ക് എത്തുന്ന ഓരോ എണ്ണക്കപ്പലും സുരക്ഷിതമായി തുറമുഖങ്ങളിൽ എത്തുമ്പോൾ അതിന് പിന്നിൽ നാവികസേനയുടെ അദൃശ്യമായ ജാഗ്രതയും കഠിനാധ്വാനവും നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ പൗരനും തടസ്സമില്ലാതെ ഇന്ധനം ലഭ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കാവൽക്കാരിൽ ഒരാളാണ് ഇന്ത്യൻ നാവികസേന. ആധുനിക സാങ്കേതിക വിദ്യയും ശക്തമായ യുദ്ധസന്നാഹവും അതുല്യമായ പരിശീലനവും അതിവേഗ പ്രതികരണശേഷിയും കൈമുതലാക്കി ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളെ, സമുദ്ര വ്യാപാര പാതകളെയും പകലും രാത്രിയും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.